വെൽക്കം. ഇന്ന് നമ്മൾ രണ്ടാളും കൂടി രാവിലെ തന്നെ എഴുന്നേറ്റ് ജിമ്മിന് പോയി 2 വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്ക് റൂമിൽ നിന്ന് ഇറങ്ങാൻ വിളിക്കുന്നുണ്ട്. നമുക്ക് കോർഫുഖാനിൽ ജെറ്റ്സ്കിക്ക് പോയാലോ എന്ന് ചോദിച്ചിട്ട്. നമ്മൾ 5-8 ആളുണ്ട്. അതുകൊണ്ട് ചെറിയ വണ്ടി നടക്കില്ല, വലിയ വണ്ടി തന്നെ വേണം. ലെക്സസ് എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ ബാറ്ററിക്ക് എന്തോ പറ്റി. ഒരു ജമ്പർ എടുത്തിട്ടുണ്ടോന്ന് വേറെ ലാൻഡ് ക്രൂസർ എടുത്ത് ലെക്സസിൻ്റെ ബാറ്ററിക്ക് ചാർജ് കയറ്റേണ്ട പരിപാടിയാണ്. നിങ്ങൾ അതിൻ്റെ അടുക്കുള്ള ഷോ കണ്ടോക്കി. ജെറ്റ്സ്കിക്ക് കോർഫുഖാനിൽ ഇതിൻ്റെ മുമ്പേ നമ്മൾ ഒരിക്കൽ പോയാന്ന്. അവിടെ മണിക്കൂറിന് 250 ദിറംസ് ഉണ്ടാവും. കാരണം അവിടെ അത്രക്കും ഡിമാൻഡ് ആയിരിക്കും. വൈകുന്നേരം എല്ലാം വേറൊരു സ്പോട്ട് ഉണ്ട്, ഷാർജ മംസാറിൽ. ആടെ ആകുമ്പോൾ മണിക്കൂറിന് 100-150 ദിറംസ് ആവുള്ളൂ. നമ്മൾ വിചാരിച്ച് പിന്നെ എന്തുകൊണ്ട് മംസാർ ഒന്ന് ട്രൈ ചെയ്തുകൂടാണ്. നമ്മൾ അബുദാബിക്കാർക്ക് മംസാർ എന്ന് പറയുമ്പോൾ കോർഫുഖാൻ്റെ അത്ര ഓടേണ്ടിയില്ല. സാമ്പത്തികപരമായിട്ടും സമയപരമായിട്ടും ഒക്കെ നോക്കുമ്പോൾ അതും ലാഭമാണ്. ഞാനിപ്പോൾ 2 ഓടിച്ചിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ 2 ഏകദേശം ഒരേ വൈബ് തന്നെയാണ്. നമുക്ക് 2 സംഭവിച്ച വേറൊരു പ്രശ്നമാണ്, ഇവ നമ്മളെ കൊണ്ട് സൈൻ ഇടിപ്പിക്കും. ആദ്യം തന്നെ എല്ലാം വായിച്ചു നോക്കുക. ചിലപ്പം വായിച്ചു നോക്കിയാൽ ഓടിക്കാനുള്ള മൂഡ് തന്നെ അങ്ങ് പോകും. അവസാനം ഇവലെന്താക്കൂ, പിന്നെ ആടെ വരെ ഉണ്ട് ഇവിടെ വരെ ഉണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മളൊക്കെ നല്ലൊരു പൈസ വയ്ക്കും. ഞാൻ കോർഫുഖാനിൽ പോയ റോല് വെച്ച് 5000 ദിറംസിന് ആടെ കലവണിക്ക് നിങ്ങളെ വണ്ടി മറിഞ്ഞിക്ക് എന്നെല്ലാം പറഞ്ഞിട്ട് അത് തരാണ്ട് വീട് തന്നെ ഇല്ല. നമ്മൾ ഐഡിയ തരൂല, കേസാക്കും ഓല് പറയും. മംസാറിനും അതേ സംഭവം. നമ്മളെ ജെറ്റ്സ്കി ഡ്രൈവെല്ലാം കഴിഞ്ഞ് വണ്ടി തിരിച്ചു കൊടുക്കുമ്പോൾ ആടെ കലയുണ്ട് ഇവിടെ കലയുണ്ട് പെയിന്റ് പോയിക്കുന്നെല്ലാം പറഞ്ഞിട്ട് 2500 ദിറംസിനാണ് ചോദിച്ചത്. നമ്മളുടെ കൊടുക്കുന്നത്. നമ്മൾ പറഞ്ഞ് തരുവന്നെ ഇല്ല, ഞാളെ കൊണ്ട് പറ്റിയല്ല എന്ന് പറഞ്ഞ് നമ്മൾ 1-2 മണിക്കൂറോളൊക്കെ ഭർത്താനം പറഞ്ഞ അവിടെ പിടിച്ചു നിന്ന് ഞാൾ കൊടുത്തിക്കില്ലേ പൈസ. കഴിഞ്ഞതിന് കോർഫുഖാൻ ഇതേപോലെ ചോദിച്ചിക്ക് 5 മണിക്കൂറായിട്ട് നമ്മൾ ഭർത്താനം പറഞ്ഞ് പിടിച്ചു നിന്ന് ഞാൾ കൊടുത്തിക്കില്ല. എന്നിട്ട് പിന്നെ റിവ്യൂ എടുത്ത് നോക്കുമ്പോൾ ഇത് തന്നെയല്ല എല്ലാവരും പ്രശ്നം. സ്റ്റാർട്ടിങ് ആലാകെ 100-150 റുപ്യ വാങ്ങുന്നുള്ളൂ. പക്ഷെ കഴിഞ്ഞ് പോകുമ്പോൾ 5000 റുപ്യ 2000 റുപ്യ എന്നല്ല പറയുന്നത്. ഭയങ്കര സ്കാമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നെല്ലാം പറഞ്ഞിട്ട് എല്ലാവരും കമന്റ്. ജെറ്റ്സ്കിക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന ആർക്കെങ്കിലും നിങ്ങളെ കൂട്ടത്തിലുണ്ടെങ്കിലും അവർക്ക് വീഡിയോ അയച്ചു കൊടുത്തിട്ട് പറഞ്ഞേക്കെ നല്ലോണം സൂക്ഷിക്കുക. അല്ലെങ്കിൽ അവസാനം എന്താവും, നായ്ക്കോലം കെട്ടേണ്ടി വരും. ഷാർജ മംസാറിൽ ഇതോടെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഈ ബിൽഡിങ്ങിന്റെ ഏകദേശം താഴെയായിട്ട് വരും. ബിൽഡിങ്ങിന്റെ പേര് നിങ്ങൾ തന്നെ വായിച്ചു നോക്കും, നമുക്ക് കയ്യല്ല പറയും. ജെറ്റ്സ്കി എല്ലാം കഴിയുമ്പോഴത്തേക്ക് നല്ലോണം പൈക്കുന്നുണ്ട്. പിന്നെ നമ്മൾ റയ്യാൻ മന്തിക്കാർ, റയ്യാൻ മന്തിന്ന് ആരാ പൈസ കൊടുക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ലുഡോ കളിച്ചിട്ടാണ്. ലുഡോ കളിച്ചിട്ട് തോക്കുന്ന പോലെ എന്താക്കുക, മട്ടൻ്റെ പൈസ കൊടുക്കും. അൽഹംദുലില്ലാ ഹൈർ, ഞാൻ തോറ്റിക്കില്ല. അങ്ങനെ നല്ല മട്ടൻ മന്തി അടിച്ച് ആടുന്ന സ്കൂട്ടായി. നമ്മൾ മാത്രം തിന്നിട്ട് കാര്യമില്ലല്ലോ, വണ്ടിക്ക് എന്തോ കൊടുക്കണ്ടേ ഓടണമെങ്കിൽ. എണ്ണപ്പമ്പ് കാറ്റി കുറച്ച് എണ്ണ അടിച്ച് ഇന്നത്തെ ദിവസം ഖലാസ്.